വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനങ്ങൾ ഈ സഭ കാണുന്നുണ്ടെന്ന് ആയിരിക്കും. സോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് വന്നു. ഒന്നും പറയാനില്ല, കയ്യിൽ നിന്ന് പോയി, അല്ലാതെ വേറെ ഒന്നും ഇല്ല പറയാൻ. എക്സാമിൻ്റെ ഒരു ലെവൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂമറിക്കൽസ് ഇത്തവണ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. കാരണം അതിപ്പോൾ നമുക്ക് വന്നത് നന്നായി. എങ്ങാനും മോഡൽ എക്സാമിൻ്റെ സമയത്ത് എങ്ങാനും വന്നിരുന്നെങ്കിൽ ഒന്നും പറയണ്ടല്ലോ. മോഡൽ എക്സാം വന്നു കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ ആകെ സീനായനെ. ഇനിയിപ്പം മോഡൽ എക്സാമിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടി. പിന്നെ നമുക്ക് വന്നത് പണി കിട്ടിയെന്ന് പറയുന്നത് ന്യൂമറിക്കൽസ് തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ട് ആ കിളി പോയിരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റേ ഓപ്റ്റിക്സിൻ്റെ പ്രിസം റിഫ്രാക്ഷൻ ത്രൂ പ്രിസം വരയ്ക്കുമ്പോൾ ID കർവ് വെച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഡെറൈവ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. സൈൻ ഓഫ് A+D/2 A/2 അത് ആ ഡെറൈവ് ചെയ്തെടുക്കാൻ പറയുന്നു. പക്ഷേ അത് ID കർവ് വരെയാണ് നമ്മൾ സാധാരണ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. പിന്നെ സബ് ക്വസ്റ്റ്യനായിട്ട് പിന്നെ എന്തിനാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. ID കർവ് വീണ്ടും വരയ്ക്കാൻ ഇത് കിളി പോയിരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഡ്രൈവ് ഓൾറെഡി വരച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ന്യൂമറിക്കൽസ് കുറച്ച് ആഡ് ചെയ്താണ് പണി കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഡെറിവേഷൻസ് ഉള്ളതുകൊണ്ട് ജയിച്ചു പോകുന്നു തന്നെ പറയാം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഫസ്റ്റ് ടേമിൻ്റെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് അതൊന്ന് നോക്കണം എന്ന് ചെയ്യാൻ വെട്ടാളം പിടിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, എന്ത് പഠിക്കാനും എപ്പോഴും തുടങ്ങണം, എന്തൊക്കെ മെയിൻ പോയിന്റ്സ് പഠിക്കണം. ന്യൂമറിക്കൽസ് ഞാൻ സത്യം പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തുടങ്ങിയില്ല. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങിയില്ല. 2 ന്യൂമറിക്കൽസ് തൊട്ടിട്ടില്ലായിരുന്നു. 3 കുറേ കൂടെ റിവിഷൻ ചെയ്യണമായിരുന്നു. എനിക്ക് ഡെറിവേഷൻസ് ഒന്നാണ് രക്ഷപ്പെട്ടത്, അല്ല ഞാൻ കൈവിട്ട് പോയത്. എല്ലാവരും പറഞ്ഞു തിയറി കൂടുതൽ നോക്കണം. തിയറി ഒന്നും വന്നില്ല, ഒന്നും ചോദിച്ചില്ല. ലൈൻസസിലോ സെൽഫ് ഇൻഡക്ഷനോ ഒന്നും ചോദിച്ചില്ല, മ്യൂച്വൽ ഇൻഡക്ഷനോ ഒന്നും ചോദിച്ചില്ല എന്ന് വേണം പറയാം. ഒന്നും ചോദിച്ചില്ല. ഒരുമാതിരി കിളി പോകുന്ന ക്വസ്റ്റ്യനൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ ടഫ് എന്നല്ല പറയണ്ടേ, മീൻസ് നമ്മൾ നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഡെറിവേഷൻസ് ഒക്കെ സെറ്റായിരുന്നു, പറഞ്ഞത് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിച്ച സാധനമൊക്കെ തന്നെയാണ് ഡെറിവേഷൻസിനകത്ത് വന്നിരിക്കുന്നത്. വേറൊന്നും അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളുടെ നമുക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ന്യൂമറിക്കൽസ് ഇത്തവണ കുറേ കൂടെ നമ്മൾ ചെയ്ത് പഠിക്കാവുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ന്യൂമറിക്കൽസ് കുറവായിരിക്കും ചോദിക്കുന്നേ. ബട്ട് ന്യൂമറിക്കൽസ് ആണ് കൂടുതലും ചോദിച്ചത്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എക്സാം കുറച്ച് ടഫായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ മീൻസ്. ടഫായിരുന്നു വെച്ചാൽ നമ്മുടെ ഒരു വീഴ്ച കൊണ്ടാണ്, നമ്മൾ പഠിക്കാത്തതിന് കുഴപ്പമുണ്ടാകും. അല്ലാതെ എക്സാമും നമ്മൾ ഹാർഡ് ലെവലാക്കിയെന്ന് എനിക്കും ന്യൂമറിക്കൽസ് ഒന്നാണ് കുറേ പേരൊക്കെ വെള്ളം കുടിപ്പിച്ചത്. അത് തന്നെയാണ് വെള്ളം കുടിപ്പിച്ചത്. നമ്മൾ ചെയ്ത് ശീലിച്ചെങ്കിൽ മാത്രമേ അത് സെറ്റാകുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത് പഠിക്കാതെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഡെറിവേഷൻസ് തിയറി. സാധാരണ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് ഡെറിവേഷൻ തിയറിയാണ് കൂടുതലും ചോദിക്കുന്നത്. ന്യൂമറിക്കൽസ് അങ്ങനെ 1-2 കണ്ട് ചോദിച്ചു. ഇതിപ്പോൾ കണ്ടതും പാടും എല്ലാം ന്യൂമറിക്കൽസ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ നോക്കിയാൽ ന്യൂമറിക്കൽസ് അവസാനം കണ്ടപ്പോൾ ആശ്വാസമാണ്. പഠിച്ച മാത്രം വന്നിട്ടുള്ളായിരുന്നു ലാസ്റ്റ് സെഷൻ. അതുകൊണ്ട് ജയിച്ചു പോകും. അതായത് വേറെ നല്ല മാർക്കൊന്നും സ്കോർ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല പ്രശ്നം, നല്ല 48 എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ കിട്ടിയത് അതുക്കും താഴെയാണ്. ഒന്നും പറയാനില്ല. മികച്ച പരീക്ഷ.